തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാന ഒരു ചോദ്യമായിരുന്നു, അല്ല ഫ്രണ്ട്സ്, ആ വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി എവിടെ പോയി? അതിനുള്ള ചുട്ട മറുപടിയായി മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും കൂടി സെക്രട്ടേറിയറ്റിലെ എയർ കണ്ടീഷണർ റൂമിലിരുന്ന് ഒരു നിർണായകമായ തീരുമാനമെടുത്തു. ജൂൺ 15 മുതൽ സ്ത്രീജനങ്ങൾക്ക് KSRTCയിൽ ഫ്രീ യാത്ര. കേട്ടപ്പോൾ അയ്യോ വിപ്ലവം എന്ന അണികൾ മുദ്രാവാക്യം വിളിച്ചെങ്കിലും ഫയൽ ധനകാര്യ വകുപ്പിലേക്ക് എത്തിയപ്പോഴാണ് നേതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായത്: ഖജനാവിൽ ചില്ലിക്കാശില്ല. ഒടുവിൽ മുന്നണിയിലെ തർക്കങ്ങളും ഐക്യവുമെല്ലാം ചേർത്ത് വെച്ച് അവർ ഇറക്കിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും ഓർഡർ വന്നു, എല്ലാ ബസ്സിലും ഫ്രീ കൊടുക്കണം, ഇന്ദിര എന്ന പേരുള്ളത് കൊണ്ട് പ്രോഗ്രാം അന്തസ്സായിരിക്കണം. എന്നാൽ KSRTC MD തലയിൽ കൈവച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. സകല വണ്ടിയിലും ഫ്രീ കൊടുത്താൽ 3 മാസത്തേക്ക് 112 കോടി രൂപ അധികം വേണം. ശമ്പളം കൊടുക്കാൻ KSFയിൽ ലോൺ ചോദിച്ച് അവർ എന്നെ ചൂരൽ വെച്ച് ഓടിക്കാൻ നോക്കുകയാണ്. ഉടനെ വന്നു UDF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആ മാജിക്കൽ തീരുമാനം: ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സിൽ മാത്രം പരീക്ഷിക്കാം. ഈ ഓർഡിനറി ബസ്സിൽ മാത്രം ഫ്രീ കൊടുത്താൽ മലബാർ ഭാഗത്തുള്ള നമ്മുടെ ലീഗുകാർ പച്ചക്കൊടി കാട്ടില്ലല്ലോ. അവിടെ ഓർഡിനറി ബസ്സുകൾ കൺമണി ഫിലിമിലെ ദിവ്യ ഉണ്ണിയെ പോലെ അപൂർവമായിട്ടല്ലേ വരാറുള്ളൂ. മന്ത്രി CP ജോൺ പറഞ്ഞു, അതിനെന്താ, ഒരു ഓർഡിനറി ബസ് പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ നാളെ തന്നെ പുതിയ ഓർഡിനറി ബസ്സുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മലബാറിലും വികസനം വരും, വോട്ടും വരും. ഈ വടക്കൻ തെക്കൻ ബസ് തർക്കം പരിഹരിക്കാൻ ഒടുവിൽ ഗതാഗത കമ്മീഷണറോട് 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. കമ്മീഷണർ ഇപ്പോൾ കാൽക്കുലേറ്ററും പിടിച്ച് KSRTC സ്റ്റാൻഡുകളിൽ അലയുകയാണെന്നാണ് കേൾവി. ഒരു വശത്ത് രാഷ്ട്രീയ വിജയം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് പാവം വോട്ടർമാരായ പുരുഷന്മാർ കവലകളിലിരുന്ന് ബീഡി പുകയ്ക്കുകയാണ്. കഷ്ടപ്പെട്ട് വെയിലത്ത് പണിയെടുത്തുണ്ടാക്കുന്ന കാശിൽ ഭൂരിഭാഗം വണ്ടിക്കൂലിയായും നികുതിയായും കൊടുക്കേണ്ടി വരുന്നത് ഇതേ പുരുഷനാണ്. ഇതിനെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. CITU നേതാവ് ഇതെന്തൊരു പരിപാടിയാണ്, കോടികളുടെ ബാധ്യത പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡിൽ വണ്ടി തടയും. BMS നേതാവ് ഈ നഷ്ടക്കച്ചവടം ഇങ്ങനെ ലോൺ എടുത്ത് നടത്താതെ KSRTC അങ്ങ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൂടെ എന്ന ചോദ്യവും ഉയർത്തുന്നു. ഭരണപക്ഷത്തെ ചില വിരുദ്ധന്മാർ ഇതിന് തമാശ രൂപേണ മറുപടി നൽകുന്നുണ്ട്. പണ്ട് LDF സർക്കാർ കേരളയിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കാല് പിഴുതു. ഇപ്പോൾ ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് മെഷീൻ പിഴുതു കളയാൻ നോക്കുകയാണോ? പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സർക്കാർ മറ്റൊരു ഐഡിയ കൂടി കൊണ്ടുവരുന്നുണ്ട്: ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച സ്മാർട്ട് കാർഡ്. ഇതോടെ പുരുഷന്മാർക്കിടയിൽ വലിയൊരു ആശങ്കയും പരന്നു കഴിഞ്ഞു. പണ്ടൊക്കെ വണ്ടിയിൽ കയറുമ്പോൾ ഭാര്യയുടെ ടിക്കറ്റ് കാശ് കൂടി ഭർത്താവായിരുന്നു കൊടുത്തിരുന്നത്. ഇനി മുതൽ ഭാര്യമാർ പറയും, നിങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, എൻ്റെ ആധാർ കാർഡ് സർക്കാർ വക സ്മാർട്ട് കാർഡാണ്. ചില കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഉയർന്നു വന്ന മറ്റൊരു ഹാസ്യാത്മക ചർച്ച ഇങ്ങനെയാണ്: പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ വന്ന ആളുകൾ പേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി കാരണം KSRTC ബസ്സുകളിൽ കയറാൻ പുരുഷന്മാർ പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം വണ്ടിയിൽ കയറുന്ന പുരുഷന്മാർക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഭാഗ്യം തുടയ്ക്കണം. ഓർഡിനറി ബസ്സിലെ സകല സീറ്റുകളിലും ഫ്രീ ആയി വായുസഞ്ചാരം നടത്തി യാത്ര ചെയ്യുന്ന സ്ത്രീജനങ്ങളായിരിക്കും. ഈ കഥയിലെ ഏറ്റവും വലിയ കോമഡി നടക്കുന്നത് ധനകാര്യ വകുപ്പിലാണ്. ശമ്പളത്തിനും പെൻഷനുമുള്ള സഹായത്തിന് പുറമെ ഈ ഫ്രീ യാത്രയുടെ 57 കോടി രൂപ കൂടി കണ്ടെത്താൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒന്ന് കൺവിൻസ് ചെയ്യും. അപ്പോൾ ധനകാര്യ സെക്രട്ടറി പറയും, പണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് പെൻഷൻ കാശ് ഒപ്പിച്ചതുപോലെ KSFയിൽ നിന്ന് കാശ് വാങ്ങി പിന്നീട് നമ്മൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്ന മാതൃക നോക്കാം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അതായത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന പാവം പുരുഷന്മാർ ഒടുവിൽ ഈ സർക്കാർ എടുക്കുന്ന ലോണിന്റെ പലിശ അടയ്ക്കാനും സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ നികുതി കൊടുക്കണം. എന്തൊരു രാഷ്ട്രീയ തന്ത്രം! എന്തായാലും ജൂൺ 15 കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം KSRTC ഓർഡിനറി ബസ്സുകൾക്കുള്ളിലേക്ക് മാറും. ഇടതുപക്ഷ യൂണിയനുകൾ ടിക്കറ്റ് കൊടുക്കുമ്പോൾ മുഖം കറുപ്പിക്കുമോ, UDF അനുകൂലികളായ യാത്രക്കാർ സ്മാർട്ട് കാർഡും കാട്ടി ചിരിക്കുമോ എന്നും കണ്ടറിയണം. പ്രതിപക്ഷത്തിന് ഇനി ഒരൊറ്റ മുദ്രാവാക്യമേ ബാക്കിയുള്ളൂ: ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ഫ്രീ തരാത്ത ജനദ്രോഹ UDF സർക്കാരിനെതിരെ. അതുവരെ പുരുഷന്മാർ പോക്കറ്റിൽ ചില്ലറയും കരുതി സ്ത്രീകളുടെ സീറ്റിലേക്ക് നോക്കാതെ KSRTC കമ്പിൽ തൂങ്ങി ഓർഡിനറിയായി യാത്ര തുടരുക.